വ്യത്യസ്തമായ കറി. വ്യത്യസ്തമായ കറി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുന്ന കറി ആയിരിക്കും. പക്ഷെ ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് നമ്മുടെ പടവലങ്ങ പരിപ്പ് കൂട്ട്. പടവലങ്ങ പരിപ്പ് കൂട്ട് എന്ന് പറയുമ്പോൾ ഇത് മെഴുക്കുവരട്ടി എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ ഇതിന് മെഴുക്കുവരട്ടി എന്ന് പറയാറില്ല. അപ്പോൾ ഇത് നമുക്ക് തേങ്ങ അരച്ച രീതിയിൽ ചെയ്യാം, തേങ്ങ അരച്ച് ഒഴിച്ചുകറിയായിട്ട് ചെയ്യാം, അതുപോലെ തന്നെ തോരനാക്കി ചെയ്യാം, ഇതുപോലെയും ചെയ്യാം. അപ്പോൾ തോരൻ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇത് ഈ ഒരു കറി ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഈ പടവലങ്ങയും പരിപ്പും ചേർത്തിട്ടുള്ള ഈ ഒരു കൂട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. പിന്നെ നമുക്ക് ചപ്പാത്തിയുടെയും പുട്ടിന്റെയും കൂടെ കഴിക്കണമെങ്കിൽ കഴിക്കാം, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ്. പിന്നെ പടവലങ്ങ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അധികം പരിപ്പമില്ലാത്ത കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക, പരിപ്പ് കുഴഞ്ഞു പോകാതെ കുക്ക് ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ പടവലങ്ങ പരിപ്പ് കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പടവലങ്ങ പരിപ്പ് കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് തൂരപ്പരിപ്പ്, 1/4 കപ്പോ 1/2 കപ്പോ നിങ്ങൾ എടുക്കുന്ന പടവലങ്ങയുടെ വലിപ്പം അനുസരിച്ച് പരിപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. ഞാനിതിപ്പോൾ 1/4 കപ്പ് തൂരപ്പരിപ്പ് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തത്. സാധാരണ തൂരപ്പരിപ്പ് നമ്മൾ 1-2 വിസിൽ വരുന്നത് വരെ കുക്കറിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മൺചട്ടി ആണെങ്കിൽ നമ്മൾ സോക്ക് ചെയ്തെടുത്താൽ കുറച്ചുകൂടി ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാം. ആ രീതിയിലാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വലിപ്പത്തിൽ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ പടവലങ്ങ. പിന്നെ ഇതിലേക്ക് കറിവേപ്പില വേണം, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളി, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, മുളക് പൊടി, കടുക്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പും വെള്ളവും വെളിച്ചെണ്ണയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. പരിപ്പ് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് പടവലങ്ങ ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പടവലങ്ങ ഞാൻ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഓവറായിട്ട് കുഴഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പരിപ്പ് കുക്കായി വരുമ്പോൾ വെള്ളം വറ്റുന്നതിന് മുന്നേ ആയിട്ട് പടവലങ്ങ ചേർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ പരിപ്പിൻ്റെ വെള്ളത്തിൽ തന്നെ പടവലങ്ങ ഒന്ന് കുക്കായി വന്നോളും. ഒരുപാട് വെള്ളത്തിൽ പടവലങ്ങ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുക്കറിലാണ് പരിപ്പ് കുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ കുക്കറിൽ പരിപ്പ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കുക്കർ തുറന്നു കഴിയുമ്പോൾ പരിപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒരു 1/4 ഭാഗത്തിൽ മേലെയായിട്ട് വറ്റിക്കുക. അതിന് ശേഷം മാത്രം പടവലങ്ങ ചേർക്കുക. പടവലങ്ങ ചേർത്തിട്ട് ഓവറായിട്ട് കുക്കായി പോരുത്. അപ്പോൾ ഞാൻ ഈ പരിപ്പ് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഒരു ഉള്ളിയും ഈ ഒരു പച്ചമുളകും കൂടി ചേർക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പിൻ്റെ ഏത് റെസിപ്പി ചെയ്യുമ്പോഴും ഉള്ളി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. അപ്പോൾ അധികം ഉള്ളി വേണ്ട, 1-2 ഉള്ളി ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പരിപ്പ് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. വാഷ് ചെയ്തെടുത്തതാണിത് നന്നായിട്ട്. ഇപ്പോൾ ഞാൻ ഈ മൺചട്ടിയിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കുകയാണ്. ഇതിലേക്ക് പരിപ്പ് കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. ഇപ്പോൾ പരിപ്പ് കുക്കായി വരാൻ സമയമെടുക്കുന്ന വെള്ളം കുറവായിട്ട് തോന്നുകയാണ് നിങ്ങൾ ചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ എന്നുണ്ടെങ്കിൽ ഇനി ചൂടുവെള്ളം ചേർക്കാം. ഇപ്പോഴല്ല, പരിപ്പ് കുക്കായി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വെള്ളം ചേർക്കുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പരിപ്പിന് ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല. ഇതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ഇത് 2 ഉള്ളി ഇതുപോലെ ഉള്ളിയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് 2ആയിട്ട് മുറിച്ചിട്ട് ചേർക്കുകയാണ്. അധികം ചെറിയ പീസൊന്നും ആക്കുന്നില്ല. അതുപോലെ പച്ചമുളകും ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇത്രയും ഇവിടെ ഇരുന്നിട്ട് കുക്കാവട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 4-5 ഇതിൽ കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ഇനി നമ്മൾ പടവലങ്ങ ചേർക്കുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് കുക്കാവട്ടെ. നമുക്ക് പടവലങ്ങ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പരിപ്പ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പിലേക്കും ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ പരിപ്പിനും പടവലങ്ങയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ പടവലങ്ങ ഞാൻ ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കത്തി ഉപയോഗിച്ചൊന്ന് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊലി മാറിക്കിട്ടും. അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക
ഉള്ളിലുള്ള കുരുവും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പാട പോലെയുള്ള പോർഷൻ ഉണ്ടല്ലോ, ഇതൊക്കെ മാറ്റി ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും വലിപ്പം മതി, അധികം തിക്നെസ് ഇല്ല, അധികം വലിയ പീസുകളല്ല. അപ്പോൾ പരിപ്പിൽ കുറച്ച് വെള്ളമുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വറ്റിയിട്ടില്ല. ഈ ഒരു പാകത്തിലാവുമ്പോഴാണ് നമ്മൾ പടവലങ്ങ ചേർക്കുന്നത്. അപ്പോൾ പരിപ്പിൽ ഞാൻ ആദ്യം ചേർത്തിരുന്ന വെള്ളമുള്ളൂ, വീണ്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പടവലങ്ങയും കൂടി ചേർക്കാം. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു വെള്ളത്തിൽ തന്നെ പടവലങ്ങ കുക്കായി വന്നോളും. അപ്പോൾ പരിപ്പ് വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോയിട്ടില്ല, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഉള്ളി ചതച്ചിട്ടല്ല ചേർക്കുന്നത്, ഉള്ളി മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ജോലി കഴിക്കുക എന്നുള്ള രീതിയിൽ ഉള്ളി മുറിച്ചാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കറിയിൽ സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. പിന്നെ പരിപ്പായതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും എന്ന് പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഉള്ളി മുറിച്ച് ചേർക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പരിപ്പ് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഉള്ളി ചേർക്കില്ലേ, അപ്പോഴോ ചേർക്കാം. അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ വെളുത്തുള്ളി ഇങ്ങനെയുള്ള കറികളൊന്നും ചേർക്കാറില്ല. ആ ഒരു ഗ്യാസിൻ്റെ വയറുവേദന വരും എന്ന് ആ ഒരു ചിന്തയുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാവുന്നൊരു ഓപ്ഷനാണത്. പിന്നെ പടവലങ്ങയും കുക്കായി വരട്ടെ. പടവലങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പരിപ്പ് ഞാൻ എപ്പോഴും ഇളക്കിക്കൊണ്ടിരുന്നില്ല, പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ പരിപ്പിൽ വെള്ളം വറ്റി വരികയാണ്, അധികം വെള്ളമില്ല. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് ചട്ടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി പരിപ്പ് കരിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി പടവലങ്ങയും കൂടി കുക്കായി വന്നിട്ട് നമുക്കിത് റെഡിയാക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പടവലങ്ങയും കുക്കായിട്ടുണ്ട്, പരിപ്പും കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. പരിപ്പ് നേരത്തെ തന്നെ ഓൾറെഡി കുക്കായിരുന്നു, അതിൻ്റെ കൂടെ പടവലങ്ങയും കൂടി ചേർന്നപ്പോൾ പരിപ്പിൻ്റെ ആ കുക്കിംഗ് ടൈം കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇറക്കി മാറ്റിയതിന് ശേഷം നമുക്കിത് മെഴുക്കുരുട്ടി അല്ലെങ്കിൽ കൂട്ടാക്കി എടുക്കാനുള്ള ചട്ടി വയ്ക്കുക. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടായി വരുന്നുണ്ട്, നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ റെസിപ്പികൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് ചെയ്യുമ്പോഴേ പെർഫെക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർക്കാമെന്ന് എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളി നീളത്തിലാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഉള്ളി ചേർക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചതച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ നമ്മളെടുത്ത് വെച്ചിരുന്ന വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ചതച്ച മുളകാണ് ചേർക്കുന്നതെങ്കിൽ ചതച്ച മുളക് ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്, എരിവുള്ള മുളക് പൊടി, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ അല്ല. അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാനാണ് ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. അപ്പോൾ പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു എരിവുണ്ടാവും. ഇത് ഒരുപാട് അങ്ങ് എരിവുള്ള റെസിപ്പി അല്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെറിയ ബർണറിൽ വയ്ക്കുക. ഞാനിതിപ്പോൾ മീഡിയം ബർണറിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പടവലങ്ങയും ചേർന്ന് കൂട്ടിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാണ്. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇത് തോരനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർക്കുന്നെങ്കിൽ പടവലങ്ങയും പരിപ്പും തോരനാക്കി എടുക്കാം, ഈസി ആയിട്ടുള്ള തോരൻ. ഇല്ലെങ്കിൽ നമ്മൾ ജീരകവും എല്ലാം ചേർക്കണം. പിന്നെ ജീരകപ്പൊടി ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ മാത്രം ചേർക്കാതെ കുറച്ച് നല്ല ജീരകം പൊടിച്ചതും കൂടി ചേർക്കുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലും ചെയ്യാം, ഇതുപോലെയും ചെയ്യാം. ഇതിന്
ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിനാണ് ഇവിടെ പടവലങ്ങ പരിപ്പ് കൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തോരൻ ചെയ്യുമ്പോൾ തേങ്ങ ചേർക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്നതാണ്, വല്ലാതെ അങ്ങ് കുഴഞ്ഞതല്ല, ചെറുതായിട്ട് ഇതുപോലെ കുഴഞ്ഞിരിക്കുന്ന പാകം. പക്ഷേ ചട്ടിയിലൊന്നും പിടിക്കില്ല. ഈ രീതിയിൽ നമുക്കിനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പടവലങ്ങ പരിപ്പ് കൂട്ട് നമ്മൾ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ ഈസ്റ്ററിൻ്റെ നോയമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് വെജിറ്റേറിയൻ ഡിഷുകൾ കൂടുതൽ, വെജിറ്റേറിയൻ കറികൾ നമുക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.